ഈ കാത്തിരിപ്പിനൊടുവിൽ അങ്ങനെ ബിഗ് ബോസ് സീസൺ 8 അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. അതായത് സീസൺ 7 കഴിഞ്ഞ് ഇപ്പോൾ കുറേ മാസങ്ങളായിട്ട് ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ പ്രേക്ഷകരായിട്ടുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും കാത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ബിഗ് ബോസ് സീസൺ 8 എന്താണ് തുടങ്ങാൻ ഇത്ര താമസം? ഈ മാർച്ച് ഏപ്രിലൊക്കെ തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ എന്തുകൊണ്ട് ഇത്രയും ലേറ്റ് ആകുന്നു എന്നുള്ള ചോദ്യം. തീർച്ചയായിട്ടും അതിന്റെ എല്ലാം ഉത്തരം ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതായത് ഈ സീസൺ എപ്പോഴാണ് തുടങ്ങാൻ പോകുന്നത്, ഇതിന്റെ അണിയറ പ്രവർത്തനങ്ങളൊക്കെ തന്നെ തുടങ്ങിക്കഴിഞ്ഞോ അല്ലെങ്കിൽ അവസാനിച്ചു കഴിഞ്ഞോ, ഇതിന്റെ ഓഡീഷനും കാര്യങ്ങളൊക്കെ തന്നെ തുടങ്ങിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ അവസാനിച്ചു കഴിഞ്ഞോ എന്നുള്ള നിരവധി ചോദ്യങ്ങൾ ബിഗ് ബോസിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. സമയങ്ങളായാലും നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് കടക്കാം. അതായത് ബിഗ് ബോസ് തുടങ്ങാനായി പോകുന്നു, പക്ഷേ ഇത് എപ്പോഴാണ് എന്നുള്ള ചോദ്യമാണ് പലർക്കും ഉള്ളതെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആ ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറയുന്നത് ബിഗ് ബോസ് ഇനി വരാൻ പോകുന്നത് സീസൺ 8 സീസൺ 7 പോലെ തന്നെയായി. അതായത് ഒന്നുകിൽ ഓഗസ്റ്റ് ഒരു പാതിയോട് കൂടി, അല്ലെങ്കിൽ അവസാനം, അല്ലെങ്കിൽ സെപ്റ്റംബർ ആദ്യമായിരിക്കാം ബിഗ് ബോസ് സീസൺ 8 വരാൻ പോകുന്നത്. ഇപ്പോൾ കിട്ടിയ അപ്ഡേറ്റ് പ്രകാരം ഈ ഒരു തരത്തിലാണ് ബിഗ് ബോസിന്റെ ആ ഒരു ഷെഡ്യൂൾ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഒന്നുകിൽ ഓഗസ്റ്റ് മാസം പാതിയോട് കൂടിയോ അല്ലെങ്കിൽ അവസാനം അടുപ്പിച്ചോ, അല്ലെങ്കിൽ ഏറിപ്പോയി കഴിഞ്ഞാൽ സെപ്റ്റംബർ ആദ്യം തുടക്കം തരത്തിലുള്ള കാര്യങ്ങളുമാണ്. അതായത് സീസൺ 7 പോലെ തന്നെയായിരിക്കും സീസൺ 8 സ്റ്റാർട്ട് ചെയ്യാനായി പോകുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ അതിന്റെ ബാക്കി പരിപാടികളും കാര്യങ്ങളും എല്ലാം തന്നെ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഈ ഡേറ്റ് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ ഏഷ്യാനെറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന 2 പ്രോഗ്രാംസ് ഉണ്ട്. അതായത് ഒന്ന് സ്റ്റാർ സിംഗറും പിന്നെ ഒരു കുക്കിംഗ് പ്രോഗ്രാം. അപ്പോൾ അതൊക്കെ തന്നെ ഈ പറയുന്ന രീതിയിൽ ഓണത്തിന് മുന്നേ തന്നെ അവസാനിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിക്കും. എന്നിട്ടായിരിക്കും ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതെന്തായാലും ഈ പറയുന്ന രീതിയിൽ ഓഗസ്റ്റ് അവസാനം അടുപ്പിച്ചോ, പാതി അടുപ്പിച്ചോ, അല്ലെങ്കിൽ അവസാനം അടുപ്പിച്ചോ, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ സെപ്റ്റംബർ തുടക്കം, ആ ഒരു തരത്തിൽ ഉറപ്പിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ ഇപ്പോൾ ഇരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ ലോഗോ ലോഞ്ചും കാര്യങ്ങളും ഒക്കെ തന്നെ ജൂലൈ തുടക്കത്തിൽ വരാനായിട്ടുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. ലോഗോ ലോഞ്ച് പ്രോമോ ജൂലൈ വരാനായിട്ടുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ കാണുന്നതെന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇതിന്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും, അതായത് അണിയറ പ്രവർത്തനങ്ങൾ കാര്യങ്ങളും എല്ലാം തന്നെയും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഓഡിഷൻ കാര്യങ്ങളൊക്കെ തന്നെ ഒരു വിധത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കംപ്ലീറ്റ് ആയിട്ടില്ല. പല അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളും ഇതിലേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നടക്കുന്ന ആ ഒരു കുക്കിംഗ് പരിപാടി, അതിൽ നിന്നും 1-2 പേര് ഈ പറയുന്ന ബിഗ് ബോസ് സീസൺ 8 വരാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഈ വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിന് മുന്നേ തന്നെ ബിഗ് ബോസിന്റെ ബാക്കി പരിപാടികളെല്ലാം തന്നെ, അതായത് അതിന്റെ എഡിറ്റേഴ്സ്, പ്രൊഡക്ഷൻ മാനേജർ, കണ്ടസ്റ്റന്റ് മാനേജർ, ഡെയിലി പ്രൊഡ്യൂസർ, ടാസ്ക് ടീം, ലോഗോ ടീം, സ്റ്റോറി പ്രൊഡ്യൂസർ, ക്രിയേറ്റീവ് ടീം, റൈറ്റർ, എവിക്ഷൻ ടീം, അങ്ങനെ ഒരു പുതിയ തരത്തിലുള്ള ഒരു നീക്കം ബിഗ് ബോസിൽ നിന്നും ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇവരെയൊക്കെ തന്നെ ആവശ്യക്കാരായിട്ടുള്ള ആളുകളെ വിളിച്ചുകൊണ്ടുള്ള ഒരു സംഭവം ബിഗ് ബോസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെ ഇതിന് മുന്നേ വന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ അതൊക്കെ തന്നെ പൂർത്തീകരിച്ച് ഈ പറയുന്ന രീതിയിൽ തുടങ്ങാനായിട്ടുള്ള, അതായത് ഷോ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള പരിപാടിയിൽ ഈ കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. എന്തായാലും ഏറിപ്പോയി കഴിഞ്ഞാൽ സെപ്റ്റംബർ തുടക്കം, അതല്ല എങ്ങനെ ഞാൻ പറഞ്ഞാൽ ഏറ്റവും കൂടി പോയി കഴിഞ്ഞാലാണ്, അതല്ലെങ്കിൽ മിക്കവാറും ഓഗസ്റ്റിലായിരിക്കാനാണ് സാധ്യത. അതായത് ഓഗസ്റ്റ് പാതി അടുപ്പിച്ചോ അല്ലെങ്കിൽ അവസാനം അടുപ്പിച്ചോ ആയിരിക്കാം വരാനായിട്ടുള്ള സാധ്യത ഏറെ കൂടുതൽ ഞാൻ കാണുന്നത്. ഏറിപ്പോയി കഴിഞ്ഞാൽ സെപ്റ്റംബർ തുടക്കത്തിൽ തന്നെയായിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് ഏകദേശം സീസൺ 7 എങ്ങനെയായിരുന്നു ആ ഒരു പരുവത്തിൽ തന്നെയാണ് ഇപ്പോൾ സീസൺ 8 കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിന്റെ ബാക്കിയുള്ള പ്രോമോ കാര്യങ്ങളും എല്ലാം തന്നെയും ഈ ജൂൺ കഴിഞ്ഞിട്ടുള്ള മാസം, അതായത് ജൂലൈ മാസം ആയിരിക്കാം ഇതിന്റെ ലോഗോ പ്രോമോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വിടുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ബാക്കിയുള്ള കലാപരിപാടികളൊക്കെ തന്നെ നടക്കുവാണ്. അത് മാത്രമല്ല, ലാലേട്ടൻ തന്നെ ആയിരിക്കും ഈ സീസൺ എന്നൊരു സംശയവും വേണ്ട. ലാലേട്ടന്റെ പ്രൊമോ ഷൂട്ടും കാര്യങ്ങളൊക്കെ തന്നെ ഇനിയിപ്പോൾ നടക്കത്തേ ഉള്ളൂ. അത് ഇനിയിപ്പോൾ ഈ പറയുന്ന രീതിയിൽ ജൂൺ മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കായിരിക്കും ആ ഒരു തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത്. എന്തായാലും ജൂലൈയിൽ ഇതിന്റെ ലോഗോ പ്രോമോ വരും. അത് കഴിഞ്ഞിട്ടായിരിക്കും ലാലേട്ടന്റെ ഒരു പ്രോമോ വരുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറുക എന്ന് പറയുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം, സീസൺ 8 ബാക്കിയുള്ള കലാപരിപാടികളെല്ലാം തന്നെ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു എന്നല്ല, എല്ലാം ഒരു പരിധി വരെ ആക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഫൈനലൈസ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. എന്തായാലും മന്ത് ഉറപ്പായിരിക്കുന്നു. അതായത് ഒന്നുകിൽ ഓഗസ്റ്റ് ഈ പറയുന്ന രീതിയിൽ പാതിയോട് കൂടി, അതല്ലെങ്കിൽ ഏറിപ്പോയി കഴിഞ്ഞാൽ സെപ്റ്റംബർ തുടക്കം തന്നെയായിരിക്കാം. സെപ്റ്റംബർ തുടക്കം എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായാലും ഒരു 8 മുകളിൽ പോകത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. ഒരു 3 മുതൽ 8 വരെ ഈ ഡേറ്റിൽ പ്രതീക്ഷിക്കാം. അതല്ല ഈ പറയുന്ന രീതിയിൽ ഒന്നുകിൽ ഓഗസ്റ്റ് പാതിയോട് അടുപ്പിച്ച് 15 ആ ഒരു ഇത്, അല്ലെങ്കിൽ ഓഗസ്റ്റ് ഒരു 28 ആ ഒരു തരത്തിലോട്ടൊക്കെ ഡേറ്റ് മാറാം. എന്തായാലും കാത്തിരിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. സംഭവം എന്തായാലും ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും സീസൺ 8 അധികം വൈകാതെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തായാലും ഇനിയിപ്പോൾ ഏറിപ്പോയി കഴിഞ്ഞാൽ ഒരു 3 മാസം കൂടി, ഇപ്പോൾ മെയ് ആയി, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്,
ഒരു 3 മാസം, ആ ഒരു 3 മാസം കൂടി ആകുമ്പോഴത്തേക്കും ബിഗ് ബോസ് സീസൺ 8 എന്തായാലും സ്റ്റാർട്ട് ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.